ഹലോ ഗൈസ്, അപ്പോൾ ലിറ്റ്സ് ഫ്ലോ ഫാമിലിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്തുള്ളതിൽ വെച്ച് തന്നെ ഏകദേശം ഒരു 6 സ്പോട്ടിൽ നമ്മൾ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അപ്പോൾ 6 സ്പോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരമൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ 6 സ്പോട്ട് മസ്റ്റായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. അതായത് അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ 6 സ്പോട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന സ്ഥലം പൊന്മുടിയാണ്. പൊന്മുടി രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് ഓപ്പൺ ടൈം എന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലം കൂടിയാണ് പൊന്മുടി. അപ്പോൾ പൊന്മുടിയിലേക്ക് നമ്മൾ പോകുന്ന വഴി എന്നൊക്കെ പറയുന്നത് വിതുര പൊന്മുടി, അതായത് വിതുര എന്ന് പറയുന്ന സ്ഥലമാണ് പൊന്മുടിയുടെ ഏറ്റവും അടുത്തുള്ള ടൗൺ എന്നൊക്കെ പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 61 കിലോമീറ്റർ അകലെയാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. അതായത് കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 1100 മീറ്റർ ഉയരത്തിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. അതായത് പൊന്മുടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണുപ്പും അതുപോലെ തന്നെ മൂടൽമഞ്ഞുമാണ്. അതായത് 12 മാസത്തിൽ ഏകദേശം എല്ലാ മാസവും തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തണുപ്പും മൂടൽമഞ്ഞും കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വാച്ച് ടവർ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ ടോപ്പിൽ കയറാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയുള്ള കുറേ വ്യൂ പോയിന്റുകളാണ്. അതായത് പ്രധാനമായിട്ടും 3 വ്യൂ പോയിന്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക്, അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പാർക്കെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണം കൂടിയാണ്. റൈഡിങ് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ നേച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നവരുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് കൂടിയാണ് ഈ പൊന്മുടി എന്ന് പറയുന്നത്. അടുത്തായിട്ട് അതായത് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് വെള്ളാനിക്കൽ പാറയാണ്. വെള്ളാനിക്കൽ പാറ എന്ന് പറയുന്നത് തിരുവനന്തപുരം ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. തിരുവനന്തപുരം ടൗണിൽ വെച്ച് തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ട് കൂടിയാണ് വെള്ളാനിക്കൽ പാറ എന്ന് പറയുന്നത്. അതായത് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഒരു മിനി പൊന്മുടി എന്ന പേരിലാണ്. അതായത് ഈ സ്പോട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ടൗണിലുള്ള എല്ലാവർക്കും തന്നെ അറിയാത്തൊരു സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഇതൊരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറയാനായിട്ട് കാരണം. ഇതെന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളാനിക്കൽ പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളാനിക്കൽ പാറയുടെ ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ടൗൺ, അതായത് തിരുവനന്തപുരം ടൗണിൻ്റെ ഫുൾ വ്യൂ നമുക്കിതിൻ്റെ ടോപ്പിൽ നിന്നാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ തിരുവനന്തപുരം ടൗണാണ്. വെള്ളാനിക്കൽ പാറയുടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു വാച്ച് ടവർ എന്ന് പറയുന്നത്. വാച്ച് ടവർ എന്ന് പറയുന്നത് ഈ സ്പോട്ടിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വാച്ച് ടവർ. നമ്മൾ ഇതിൻ്റെ ടോപ്പിലോട്ട് കയറാനായിട്ട് പോവാണ്. അതായത് ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ, അതായത് തിരുവനന്തപുരം ടൗണിലുള്ള വ്യൂ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ പോയിട്ട് അവിടുത്തെ വിഷ്വൽസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ടൂറിസ്റ്റ് പ്രധാനമായിട്ടും വരുന്നത് ഒരു ഈവനിങ് ടൈം ആയിരിക്കും. കാരണം പകൽ സമയം എന്ന് പറയുന്നത് ഇത് പാറപ്പുറമായതുകൊണ്ട് തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഈവനിങ് ടൈമിൽ ടൂറിസ്റ്റ് അധികമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് കൊറോണയ്ക്ക് മുമ്പേ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇവിടെ ടിക്കറ്റ് കൗണ്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ 24 hours ഇത് ഓപ്പൺ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്പോട്ട് വന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വാച്ച് ടവറിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ഏകദേശം ഒരു 6 മണി, അതായത് നമ്മളിപ്പോൾ ഈവനിങ് ടൈമാണ് വന്നിരിക്കുന്നത്. ഈവനിങ് ടൈം ഒരു 6 മണി ആ ഒരു സമയത്ത് നമുക്ക് വെള്ളാനിക്കൽ പാറയുടെ ടോപ്പിൽ വരുവാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് വർക്കല ക്ലിഫാണ്. തിരുവനന്തപുരത്തുള്ള ബീച്ചുകളിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഒരു 40 കിലോമീറ്റർ അകലെയാണ് വർക്കല ക്ലിഫ് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിനോട് ചേർന്ന് പാറകൾ കാണപ്പെടുന്ന ഏക ബീച്ച് കൂടിയാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ബീച്ച് ആയതുകൊണ്ട് തന്നെ വെളിരാജ്യത്തുള്ള ആളുകൾ വരെ വന്ന് ഈ വർക്കല ക്ലിഫ് എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ശംഖുമുഖം ബീച്ചാണ്. ശംഖുമുഖം ബീച്ച് എന്ന് പറയുമ്പോൾ ഇതാണ് ശംഖുമുഖം ബീച്ചിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ കാണുന്നത് ഒരു മത്സ്യകന്യകയുടെ ശില്പമാണ്. അതായത് ശംഖുമുഖം ബീച്ചിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഈ മത്സ്യകന്യകയുടെ ശില്പമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടും നമുക്ക് ശംഖുമുഖത്തിന് തൊട്ടടുത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ്. നിങ്ങളിപ്പം കാണുന്നതാണ് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്.
കടലിലോട്ട് നോക്കി കിടക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ശില്പമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ പണി തീർത്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് പോലുള്ള ഒരു സമുച്ചയമാണ് നിങ്ങളിപ്പം കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നക്ഷത്ര രൂപത്തിലുള്ള ഒരു ഭക്ഷണശാലയാണ്. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ശംഖുമുഖം ബീച്ചിൽ വരുവാന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നെയ്യാർ ഡാമാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഒരു 38 കിലോമീറ്ററിനുള്ളിലാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതാണ് നെയ്യാർ ഡാമിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വിഷ്വലാണ്. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാട്ടാക്കട എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ 1958 ഈ നെയ്യാർ ഡാം നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഇതിന് സമീപത്ത് നമുക്ക് വന്യജീവി സങ്കേതവും കാണാനായിട്ട് സാധിക്കും. ഗൈസ്, ഇതാണ് ഡാമിൻ്റെ മുകളിൽ നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഡാമിൻ്റെ മുകളിലുള്ള വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഡാമും ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് വാച്ച് ടവർ എന്ന് പറയുന്നത്. അതായത് നെയ്യാർ ഡാമിൽ നിന്നും നല്ല ഹൈറ്റിലാണ് ഈ വാച്ച് ടവർ അവർ പണിതിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ കയറുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ഓവറോൾ ആയിട്ടുള്ള ഫുൾ വിഷ്വൽ നമുക്കിവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നെയ്യാർ ഡാമിൽ വരുവാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബോട്ടിങ്ങിൻ്റെ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിങ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ വിഷ്വൽസും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയെല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഗൈസ്, നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം മൃഗശാലയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൃഗശാലയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരാളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ് എമൗണ്ട് വരുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് നമുക്ക് സൂ ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് കയറുമ്പം തന്നെ നമുക്ക് ആദ്യമേ പക്ഷികളുടെ ഒരു സെക്ഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം മൃഗങ്ങളുടെ സെക്ഷനാണ്. അതായത് മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സസ്യഭുക്കുകളായിട്ടുള്ള മൃഗങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ മാംസഭോജികളായിട്ടുള്ള അതായത് സിംഹം, കടുവ പോലുള്ള മൃഗങ്ങൾ ഉള്ള ഒരു സെക്ഷനിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യമേ നമ്മൾ അവിടെ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കടുവയാണ്. അതുപോലെ തന്നെ ചിത്രശലഭങ്ങൾക്ക് വേണ്ടിയുള്ള സെക്ഷനും അവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് സ്നേക്ക് അഥവാ പാമ്പിന് വേണ്ടിയുള്ള ഒരു സെക്ഷനാണ്. അതായത് ധാരാളം പാമ്പുകളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ചേരപ്പാമ്പിനെയാണ്. തിരുവനന്തപുരം മൃഗശാല എന്ന് പറയുന്നത് കേരളത്തിലുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരം മൃഗശാല എന്ന് പറയുന്നത്. ഏകദേശം 50 ഏക്കറോളം സ്ഥലത്തിലാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും മൃഗശാലയിലോട്ട് വരാനായിട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തൊക്കെ വരുവാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം സൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഈ 6 സ്പോട്ടിനെയും കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഏതെങ്കിലും സ്പോട്ടുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഫുൾ വീഡിയോ അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോസിൻ്റെ എല്ലാം തന്നെ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എല്ലാം ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഡയറക്റ്റായിട്ട് ഈ വീഡിയോ എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ബൂം.